ആത്മീയത എന്നത് ആത്മാവിനെ ഗുണങ്ങളാലും ആന്തരിക ശക്തികളാലും സമ്പന്നമാക്കാനുള്ള മാർഗമാണ്. സാധാരണക്കാരന് അത് കഠിനമായി തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഏറ്റവും രസകരമായ ഒന്നാണ്. ആത്മീയമായ അറിവ് ഓരോരുത്തർക്കും ആവശ്യമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഈ ആവശ്യകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ മാനവരാശിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ഈ വിദ്യാലയത്തിലൂടെ നൽകുന്ന ആത്മീയമായ അറിവും രാജയോഗ ധ്യാനവും നമ്മുടെ ഉള്ളിലെ ആന്തരികമായ ശക്തികളെ ഉണർത്തുന്നതാണ്. 1937 സിന്ധ് ഹൈദരാബാദിൽ ഒരു ആത്മീയ വിപ്ലവത്തിന്റെ രൂപത്തിൽ ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭമായി. പ്രജാപിത ബ്രഹ്മ എന്ന് പിന്നീട് അറിയപ്പെട്ട ദാദാ ലേഖരാജ് എന്ന വജ്രവ്യാപാരിയുടെ ദർശനങ്ങളായിരുന്നു ആത്മീയ വിപ്ലവങ്ങൾക്ക് കാരണമായത്. വിദ്യാലയത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്നത് സ്ത്രീകളായിരുന്നു. ആരംഭത്തിൽ ഓം മണ്ഡലി എന്നാണ് വിദ്യാലയം അറിയപ്പെട്ടിരുന്നത്. ആത്മീയ അറിവിനെയും രാജയോഗ ധ്യാനത്തെയും അടിസ്ഥാനപ്പെടുത്തി ഭാരതത്തിലും ലോകത്തെമ്പാടും ഈ സ്ത്രീ ശക്തി ആത്മീയ ഉണർവിന്റെ ജ്യോതി തെളിയിച്ചു. ഇന്ന് ലോകത്തെമ്പാടുമായി വിവിധ ജാതി മതസ്ഥരായ 10 ലക്ഷത്തിലധികം പേർ ഈ അറിവ് പങ്കുവയ്ക്കുന്നു. എല്ലാ മതങ്ങൾക്കും രീതികൾക്കും വിശ്വാസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ആദരവ് ലഭിക്കുന്ന ഒരു ആത്മീയ അറിവാണ് ഇതിലൂടെ ലോകത്തിന് ലഭിച്ചത്. ഈ ശിക്ഷണങ്ങളിലൂടെ പരമാത്മാവ് അഥവാ ഈശ്വരൻ, സമയം, കർമ്മം ഇവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നമുക്ക് നേടാൻ സാധിക്കുന്നു. ജീവിതം ശരിയായി ജീവിക്കാനുള്ള സത്യമായ വഴി ലഭിക്കുന്നു. ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിലൂടെയും മനസ്സിനെ സ്വസ്ഥമാക്കാൻ കഴിയുന്ന ഒരു വഴി, അതാണ് രാജയോഗ ധ്യാനം. ഇതിലൂടെ കഠിനമായ പരിതസ്ഥിതികളിലും മാനസികമായ സ്ഥിരത ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഭൗതിക ജീവിതത്തെയും ആന്തരികമായ ജീവിതത്തെയും ആരോഗ്യകരമായി നിലനിർത്താൻ കഴിയുന്നു. 142 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന 10,000-ഓളം സെന്ററുകളിൽ നിന്ന് നിരവധി പേർ ഈ അറിവ് സമ്പാദിക്കുന്നു. രാജസ്ഥാനിലെ മൗണ്ട് അബുവാണ് ബ്രഹ്മകുമാരീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ആത്മീയ പ്രഭാവത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം മധുബൻ എന്നും അറിയപ്പെടുന്നു. ആരവല്ലി പർവ്വതങ്ങൾക്കിടയിൽ കഴിയുന്ന ഈ മധുബനിൽ വന്ന് നിരവധി പേർ ഗഹനമായ തപസ്സിന്റെ അനുഭവം നേടുന്നു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർക്ക് വിവിധ സേവനങ്ങളാണ് ബ്രഹ്മകുമാരീസ് നൽകുന്നത്. സെമിനാറുകളും കോൺഫറൻസുകളും പ്രഭാഷണങ്ങളും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇതിൽപ്പെടുന്നു. സേവനത്തിനായുള്ള 20 സർവീസ് വിങ്ങുകളാണ് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൽ ഉപദേശക പദവിയുള്ള NGO സംഘടനയാണ് ബ്രഹ്മകുമാരീസ്. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് ഇൻഫർമേഷൻ വകുപ്പുമായും ചേർന്ന് പ്രവർത്തിക്കുന്നു. അനേക തരത്തിലുള്ള സേവനങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ ആത്മീയമായ മനസ്സിലാക്കലിനെയും ശ്രേഷ്ഠമായ കർമ്മങ്ങളെയും വിദ്യാലയം പരിപോഷിപ്പിക്കുന്നു. ഈ ലോകത്തെ കൂടുതൽ മനോഹരമായ ഇടമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇവയെല്ലാം തന്നെ. വിദ്യാലയത്തിന്റെ മുഖ്യ ലക്ഷ്യം മാനുഷിക ജീവിതത്തിൽ സ്ഥായിയായ സുഖശാന്തിയും ജീവിത മൂല്യങ്ങളും ഊട്ടി വളർത്തുകയാണ്. ശരിയായ ചിന്തകൾ വളർത്തിയെടുത്ത് നന്മയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണ നൽകി ശ്രേഷ്ഠമായ പുതിയ സംസ്കാരത്തെ നിർമ്മിച്ചെടുക്കുകയാണ്. വിശ്വസാഹോദര്യം ഉണർത്തുകയാണ്. ഒരു വ്യക്തിയിലെ ആന്തരികമായ പരിവർത്തനത്തിലൂടെ മുഴുവൻ വിശ്വത്തിന്റെയും പരിവർത്തനമാണ് ഈ വിദ്യാലയം ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാനായി നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.